ഹലോ ഓൾ, വെൽക്കം ടു ഈസി ലേൺ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഹൗ ടു റൈറ്റ് റിപ്പോർട്ട്. സോഷ്യൽ വർക്ക് പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം PSW ആവട്ടെ MSW ആവട്ടെ, ആ ഒരു PSW കാലഘട്ടത്തിൽ അല്ലെങ്കിൽ MSW കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ള, അത് നമ്മുടെ കോഴ്സിന്റെ ഏറ്റവും ഒരു മർമ്മപ്രധാനമായിട്ടൊരു സംഭവമാണ് റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെ? എങ്ങോട്ടേ പോയാലും എന്ത് ചെയ്താലും റിപ്പോർട്ട് എഴുതണം എന്നൊരു സംഭവമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം എങ്ങനെയാണ് റിപ്പോർട്ട് എഴുതേണ്ടത്, അല്ലെങ്കിൽ റിപ്പോർട്ട് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇതിന്റെ ഫോർമാറ്റുകൾ എന്തൊക്കെയാണെന്നുള്ള പല രീതിയിലുള്ള സംശയം ഒരുപാട് പേർക്കുണ്ടാവും. അപ്പൊ അതിനുള്ളൊരു മറുപടിയാണ്, അല്ലെങ്കിൽ അതിനുള്ളൊരു ഉത്തരവാണ് ഇന്നത്തെ ഈ ഒരു നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വീഡിയോസ് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയറും ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് സോഷ്യൽ വർക്കിന്റെ അല്ലെങ്കിൽ PSW ആവട്ടെ MSW ആവട്ടെ, ഈ കോഴ്സിന്റെ സ്ട്രക്ചറിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ള കോഴ്സുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഉണ്ടെന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ തുടക്കത്തിൽ ഫസ്റ്റ് സെമസ്റ്ററുകളിൽ സെക്കൻഡ് സെമസ്റ്ററുകളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഒബ്സർവേഷൻ വിസിറ്റുകൾ. ഈവൻ ഏകദേശം എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെയാണ് ഒബ്സർവേഷൻ വിസിറ്റുകൾ. 10 to 12 ഏജൻസികൾ അടക്കം വിസിറ്റ് ചെയ്യാറുണ്ട്. അത് PSW ആണ് ഇപ്പം നിലവിൽ. FUGP ഒക്കെ നമുക്കറിയാം 6 ഏജൻസീസ് ഒക്കെയാണ് നമ്മൾ വിസിറ്റ് ചെയ്യാറുള്ളത്. വ്യത്യസ്തമായുള്ള നമ്മളെ ക്യാമ്പസിന് അടുത്തുള്ള, നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി അടുത്തുള്ള അല്ലെങ്കിൽ കോളേജിന് അടുത്തുള്ള ഏജൻസികളോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലെ പോലുള്ള ഏജൻസികളോ വ്യത്യസ്തമായ ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്ന ഏജൻസികൾ വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒബ്സർവേഷൻ വിസിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സെക്കൻഡ് സെമസ്റ്ററിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിലായിട്ട് വരുന്ന മറ്റൊന്നാണ് കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പ്. ഏതെങ്കിലും ഒരു റൂറൽ ഏരിയയിൽ പോയിട്ട് നമ്മൾ 5 to 7 days നമ്മൾ അവിടെ ലിവിങ് ചെയ്തിട്ട് അവിടുത്തെ കാര്യങ്ങൾ പഠിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അതിന് വേണ്ടി ഒരു മീഡിയമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഒരു സിസ്റ്റമാണ് കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ നമുക്ക് 2 ടൈപ്പ് ഓഫ് ഫീൽഡ് വർക്കുകളുണ്ട്. കൺകറന്റ് ഫീൽഡ് വർക്ക് ഉണ്ട്, അതുപോലെ തന്നെ ബ്ലോക്ക് ഫീൽഡ് വർക്ക്. കൺകറന്റ് ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ ക്ലാസ് ഒക്കെ നടക്കുന്ന വീക്ക് ഡേയ്സുകളിൽ തന്നെ വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചകളൊക്കെ ആയിട്ട് വീക്ക്ലി 2 days ഒക്കെ നമ്മൾ അങ്ങനെ തിയറി പേപ്പർ പഠിക്കുന്ന ദിവസങ്ങൾക്കിടയിൽ തന്നെ 2 ദിവസം പോയി വന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഫീൽഡ് വർക്ക് കൺകറന്റ് ഫീൽഡ് വർക്ക് എന്ന് പറയാം. അത് ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് വ്യത്യസ്തമാകാം. ചില സ്ഥലങ്ങളിൽ വ്യാഴാഴ്ചകളിലാവാം, അല്ലെങ്കിൽ ബുധനാഴ്ചകളിലാവാം. ബുധനും വ്യാഴമായി നടക്കാറുണ്ട്, അല്ലെങ്കിൽ വെള്ളി ശനി, അങ്ങനെ ഇതൊക്കെ അതൊക്കെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു ഇതിനനുസരിച്ചാണ് നടത്താറുള്ളത്. ദെൻ ബ്ലോക്ക് ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഏജൻസി ഒരു 1 month കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്യണമെങ്കിൽ ദാറ്റ്സ് ബ്ലോക്ക് ഫീൽഡ് വർക്ക്. മറ്റൊന്നാണ് ഇന്റേൺഷിപ്പുകൾ. നമ്മൾ കോഴ്സിന്റെ അവസാന ഘട്ടങ്ങളിൽ, MSW ഒക്കെ ആണെങ്കിൽ ലാസ്റ്റ് കോഴ്സിന്റെ അവസാന ഘട്ടങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ് ലൈക്ക് ബ്ലോക്ക് ഫീൽഡ് വർക്ക് പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു രീതി, ഒരു ഫീൽഡ് വർക്കിന്റെ മറ്റൊരു രീതിയാണ് ഇന്റേൺഷിപ്പ് എന്ന് പറയാറുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട്. മറ്റുള്ള ഇതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട്. പക്ഷെ ഈ ഒരു കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് അതോടൊപ്പം നമുക്ക് വരുന്ന ഒരു സംഭവമാണെന്ത്, റിപ്പോർട്ട് മസ്റ്റ് ആണ്, അല്ലെ? സോഷ്യൽ വർക്കിൽ എന്ത് കാര്യം ചെയ്യുമ്പോൾ എല്ലാവരും പറയാറുണ്ട്, ഒന്ന് അനങ്ങിയ ഒരു പ്രോഗ്രാമിന് പോയാൽ എല്ലാത്തിനും റിപ്പോർട്ട് എഴുതണം, അല്ലെ? അതൊരു വല്ലാത്തൊരു പണിയാണ്, അല്ലെ? പണി വരുന്നുണ്ട് അവറാച്ച എന്ന് പറഞ്ഞ പോലെ മൊത്തത്തിൽ പണിയാണ് സോഷ്യൽ വർക്ക്. നമ്മൾ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പറയുന്ന സ്കിൽ നമുക്ക് ഉണ്ടാവും. കാരണം ഓറിയന്റേഷൻ ആവട്ടെ, ഇൻഡക്ഷൻ പ്രോഗ്രാമുകളാവട്ടെ, നാഷണൽ ടൂറുകളാവട്ടെ, ഒബ്സർവേഷൻ വിസിറ്റുകളാവട്ടെ, ഫീൽഡ് വർക്കുകളാവട്ടെ, എല്ലാത്തിനും നമ്മൾ റിപ്പോർട്ട് എഴുതണം. അപ്പൊ ആ റിപ്പോർട്ടുകൾ എങ്ങനെയാണ്, അതിന്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം, എങ്ങനെയാണ് റിപ്പോർട്ട് എഴുതേണ്ടതെന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് അറിയാം, സിലബസ് ആദ്യം വരുന്ന സംഭവമാണ് ഒബ്സർവേഷൻ വിസിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഫീൽഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് NGOസുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. ഉദാഹരണം പറയുകയാണെന്ന് നോക്കിയപ്പോൾ നമ്മുടെ സ്ഥാപനം, നമ്മുടെ പഠിക്കുന്ന കോളേജിന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള ഏതെങ്കിലും NGOസുകൾ, ആ NGOസുകളിൽ പോയിട്ട് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെ വർക്കാണ് അവർ ചെയ്യുന്നത്, കൃത്യമായിട്ടൊന്ന് വിസിറ്റ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ കണ്ടുകൊണ്ട് മനസ്സിലാക്കാനുള്ള ഒരു സിസ്റ്റമാണ് ഒബ്സർവേഷൻ വിസിറ്റുകൾ. അപ്പം ഈ ഒബ്സർവേഷൻ വിസിറ്റുകളിൽ നമ്മൾ എഴുതേണ്ട ഫോർമാറ്റ് എന്ന് പറയുന്നത്, അത് ഇപ്പം ഒബ്സർവേഷൻ വിസിറ്റിന് എല്ലാ റിപ്പോർട്ട് എഴുതുമ്പോൾ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക. ഒന്ന്, അതിന്റെ ഡയലി റിപ്പോർട്ടുകൾ ഉണ്ട്. അപ്പം നമ്മൾ ഓരോ ദിവസമായിരിക്കും പോയി, ഒരു ദിവസം ഒന്നായിരിക്കും പോയിട്ടുണ്ടാവുള്ളൂ. ദെൻ അടുത്ത ദിവസം 2 അങ്ങനെ ടോട്ടൽ അതിന്റെ സമ്മറി റിപ്പോർട്ട് എഴുതണം. അതുപോലെ തന്നെ അതിന്റെ ഡയലി റിപ്പോർട്ട് എഴുതേണ്ടി വരും. അപ്പം ചിലടത്ത് അത് ഓരോ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ കോമൺ ആയിട്ട് ഉണ്ടാവുന്ന എന്താണ്, ഒന്ന്, ഓരോ ദിവസം നമ്മൾ എന്താവും വീക്ക്ലി, ഡയലി റിപ്പോർട്ടുകൾ എഴുതും. ദെൻ ലാസ്റ്റ് നമ്മൾ സമ്മറി റിപ്പോർട്ട് സമർപ്പിക്കാറുണ്ട്. അപ്പൊ ഞാൻ ആദ്യം പറയുന്നത് ഡയലി റിപ്പോർട്ടിന്റെ ഒരു ഫോർമാറ്റ് ആണ്. അതിലൊക്കെ ഇൻട്രൊഡക്ഷൻ വേണം. ഇൻട്രൊക്ഷനിൽ എന്താണ് ഈ സംഭവം, എന്തിനു വേണ്ടിയിട്ടാണ്, എനിക്ക് എന്തൊക്കെയാണ് അവിടെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഒരു ഇൻട്രൊഡക്ഷൻ. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രെയിൻ, നമ്മൾ എന്തിനാണ് ഈ വിസിറ്റ് നടത്തുന്നത്.
ഏജൻസിയെ മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ സോഷ്യൽ വർക്കറുടെ റോളുകൾ മനസ്സിലാക്കാൻ വേണ്ടി, എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് ചെയ്യുന്നത്, അവരുടെ പ്രോഗ്രാംസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ തരുന്നതായിരിക്കും ഒബ്ജക്റ്റീവ്സ് എന്താണ്. ദെൻ ഏജൻസി പ്രൊഫൈൽ, നിങ്ങൾ പോയിട്ടുള്ള ഏജൻസി ഏതാണോ ആ ഏജൻസിയുടെ മിഷനും വിഷനും അടക്കമുള്ള അതിന് ചെറിയൊരു ഹിസ്റ്ററി. അപ്പൊ നിങ്ങൾ ഏത് ഏജൻസി പോലും അതിന്റെ വെബ്സൈറ്റ് ഒക്കെ എടുത്ത് നോക്കിയാൽ കൃത്യമായിട്ട് അതിന്റെ ഒരു പ്രൊഫൈൽ നിങ്ങൾക്ക് കിട്ടുന്നതാകും. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ, എന്തൊക്കെയാണ് അവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ, എന്താണ്, മാനേജർ ആണോ പ്രസിഡന്റ് ആണോ, അങ്ങനെ ഓരോ സ്ട്രക്ചറുകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്യണം. ദെൻ എന്തൊക്കെ ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്തു, അവിടെ ചെന്ന് നിങ്ങൾക്ക് ഓറിയന്റേഷൻ കിട്ടിയിട്ടുണ്ടാവും, അതുപോലെ അവിടെയുള്ള ആളുകൾ നിങ്ങൾ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടാവും. ദെൻ നിങ്ങൾക്ക് വേറെ വല്ല അവസരങ്ങളും കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടോ, വേറെ കാര്യങ്ങൾ ചെയ്യാനോ, ചിലപ്പോൾ ചില ആൾക്കാരെ പോയിട്ട് അവിടെ ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുക എന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് നടത്തിയിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അത് ആ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഓരോന്നിനെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്താകാം, ആക്ടിവിറ്റീസിനെ 1 to 1 ആയിട്ട് നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ പിന്നുള്ളത് ഒബ്സർവേഷൻസ്, നമ്മൾ അവിടെ പോയിട്ട് എന്തൊക്കെ കണ്ടു എന്നുള്ളത്, കണ്ടിട്ട് നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ഏജൻസി പോകുന്ന സമയത്ത് ഇപ്പൊ പലപ്പോഴും നെക്സ്റ്റ് വരാനുള്ളത് ലേണിംഗ്സ് ആണ്. ഈ ഒബ്സർവേഷൻസും ലേണിംഗ്സും പലപ്പോഴും നമുക്ക് ഒരു ക്ലാഷ് വരാറുണ്ട്. ഏതാണ് ഒബ്സർവേഷൻ, ഏതാണ് ലേണിംഗ്സ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ വരാറുണ്ട്. അപ്പൊ ഇവിടെ മനസ്സിലാക്കുന്ന കാര്യം, ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഒറ്റ നോട്ടം കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ട് കണ്ടിട്ട് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, അതിനെ നമുക്ക് ഒബ്സർവേഷൻസ് എന്ന് പറയാം. ഉദാഹരണമായിട്ട് ഞാനൊരു ഒരു ഒരു ഓഫീസിലോട്ട് പോവുകയാണ്. ആ ഓഫീസിൽ പോകുന്ന സമയത്ത് എന്താണ്, അവിടെ എല്ലാ കാര്യങ്ങളും നീറ്റാണ്. കാരണം എല്ലാ ടേബിൾസും ഭയങ്കര കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട് മനസ്സിലായി. അപ്പൊ എനിക്ക് മനസ്സിലാക്കാം ഈ ഓക്കെ, ഈ ഈ ഓഫീസ് വർക്ക് ചെയ്യുന്നത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ദെൻ പിന്നെ അടുത്ത ഒബ്സർവേഷൻ നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഓഫീസ് സ്റ്റാഫുകളൊന്നും ഇതല്ല അങ്ങനെ കൃത്യമായിട്ട് സമയത്തിനൊന്നും വരുന്നില്ല. അപ്പോൾ അവിടെ പങ്ക്ച്വൽ അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊരു ഒബ്സർവേഷൻ, അത് നിങ്ങൾ കണ്ടുകൊണ്ട് മനസ്സിലാക്കണം. ലേണിംഗ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്ന ഒരു എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾ ഇന്റലിജൻസ് എഫേർട്ട് എടുത്തിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾ ഒരു സ്കില്ല് പഠിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പഠിക്കുക ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ ലേണിംഗ്സുകളാണ്. ഇപ്പൊ നിങ്ങൾ ഒരു ഏജൻസി പോയിട്ട് ആ ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അവരുടെ പ്രോഗ്രാംസ് ഉണ്ടാവും, അവരുടെ പ്രൊജക്ടുകൾ ഉണ്ടാവും, ആ പ്രൊജക്ടിന്റെ ഡീറ്റെയിൽ നിങ്ങൾ പഠിക്കുക, ദാറ്റ്സ് ലേണിംഗ്സ്. അല്ലെങ്കിൽ ആ ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫീൽഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആക്ടുകൾ ഉണ്ടാവും, ലോസുകൾ ഉണ്ടാവും, ഇതൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതിനാണ് ലേണിംഗ്സ് ആണ്. ഇതിന്റെ ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോക്ക് അനാലിസിസ് അല്ലെങ്കിൽ സോട്ട് അനാലിസിസ് ആണ് ചെയ്യേണ്ടത്. നമ്മൾ ഈ ഫീൽഡ് വർക്കിൽ ആ ഒരു ഫീൽഡ് ഡേയിൽ നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു ഒബ്സർവേഷൻ വിസിറ്റ് ഡേയിൽ നമുക്ക് എന്തൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റി, നമ്മുടെ വീക്ക്നെസ് എന്തൊക്കെയാണ്, നമ്മുടെ ചാലഞ്ചസ് എന്തൊക്കെയാണ്, നമ്മുടെ ത്രെഡ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത്, അല്ലെങ്കിൽ ചാലഞ്ചസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ത്രെഡ്സുകൾ എന്തൊക്കെയാണ് കൃത്യമായിട്ട് നമ്മളത് മെൻഷൻ ചെയ്യുക എന്നുള്ള ഇവാലുവേഷനിൽ വേണം. അതായത് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എഫക്റ്റീവ്നെസ് അതിനെ നമ്മൾ എന്താക്കാണ്, എഫക്റ്റീവ്നെസ്സിനെ നമ്മൾ എക്സാമിൻ ചെയ്യുന്നതാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ, എന്തൊക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതെന്തായിരുന്നു, എന്തൊക്കെ ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് ബ്രീഫായിട്ട് ചെയ്തതാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ സമ്മറി റിപ്പോർട്ട് എഴുതുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ ഇൻട്രൊഡക്ഷൻ വേണം, ഒബ്ജക്റ്റീവ്സ് വേണം, ഏജൻസി പ്രൊഫൈൽ വേണം, അഡ്മിനിസ്ട്രേഷൻ സ്ട്രക്ചർ വേണം. ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താക്കാം, ഓരോ ദിവസത്തെ, അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ നമ്മൾ എന്താക്കും, ഏജൻസി പ്രൊഫൈൽ എഴുതുമ്പോൾ നമ്മൾ ഒരുപാട് ഏജൻസി വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഏജൻസി 1 അല്ലെങ്കിൽ വിസിറ്റ് നമ്പർ 1, അതിൽ ആ ഏജൻസിയുടെ പ്രൊഫൈൽ ചെയ്താൽ അതിന്റെ സ്ട്രക്ചർ ചെയ്താൽ. ദെൻ സെക്കൻഡ് അടുത്ത വിസിറ്റ് നമ്പർ 2, ഏതാണ് ഏജൻസി, ആ ഏജൻസിയുടെ പ്രൊഫൈൽ, അതിന്റെ അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ ഓരോന്ന് നമ്പർ ഇട്ടിട്ട് എഴുതുക. എത്ര വിസിറ്റുകൾ ഉണ്ടോ ആ വിസിറ്റിന് നമ്പർ ഇട്ടിട്ട് അതിന്റെ ഏജൻസികളുടെ പ്രൊഫൈൽ അഡ്മിനിസ്ട്രേഷൻ സ്ട്രക്ചറും എഴുതുക. ദെൻ ആക്ടിവിറ്റീസ് മൊത്തത്തിൽ നിങ്ങൾ എഴുതിയിട്ടുള്ള ഡയറി റിപ്പോർട്ടിൽ എഴുതിയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്താക്കാം, ഇങ്ങോട്ടേക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഇതിന് ഒബ്സർവേഷൻസ് കോമൺ ആയിട്ടുള്ള, അപ്പം ഓരോ ദിവസം ഒബ്സർവ് ചെയ്ത് കോമൺ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ എന്താക്കാം, ഇവിടെ കോമൺ ആയിട്ട് എഴുതിയാൽ മതി. ഈ ഓരോ ദിവസം എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താക്കിയത് ഒരു കോംപ്രഹെൻസീവ് ആയിട്ട് എഴുതുന്നതാണ്. ലേണിംഗ്സ് ഓൾസോ അങ്ങനെ തന്നെയാണ് എഴുതുന്നത്. ദെൻ ഇവാലുവേഷൻ, നിങ്ങൾ ടോട്ടലി നിങ്ങൾക്ക് ആ ഒബ്സർവേഷൻ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായ സ്ട്രെങ്ത്തുകൾ, അവിടെ ഉണ്ടായ വീക്ക്നെസ്സുകൾ, ചാലഞ്ചസുകൾ, ഓപ്പർച്യൂണിറ്റി, ദെൻ കൺക്ലൂഷൻ. ഇത്രയാണ് അതിന്റെ സമ്മറി റിപ്പോർട്ടിലും ശ്രദ്ധിക്കേണ്ടത്. ദെൻ ഇനി റൂറൽ ക്യാമ്പിന്റെ റിപ്പോർട്ടിലോട്ട് പോകുന്ന സമയത്ത് സെയിം സംഭവത്തിന്റെ ഇൻട്രൊഡക്ഷൻ വേണം, ഒബ്ജക്റ്റീവ്സ് വേണം, ദെൻ എന്തൊക്കെ ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്തു, ഒബ്സർവേഷൻസ് വേണം, അത് ലേണിംഗ്സ് വേണം. ദെൻ നമ്മളിവിടെ സമ്മറി റിപ്പോർട്ട് എഴുതിക്കും. കൂടുതലായിട്ട് റൂറൽ ക്യാമ്പിന്റെ റിപ്പോർട്ട് കോമൺലി നമ്മൾ സമ്മറി റിപ്പോർട്ട് ആയി എഴുതലുണ്ടാവും. അപ്പൊ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഡേ ആയിട്ട് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ അടുത്തതാണ് സോഷ്യൽ വർക്ക് പ്രിൻസിപ്പിൾസ് അപ്ലൈ, എന്തെങ്കിലും പ്രിൻസിപ്പിൾസോ വാല്യൂസ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ് മെൻഷൻ ചെയ്യുക. നിങ്ങൾ ആ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നന്നായിരിക്കും. ദെൻ സ്കിൽസ് ഷാർപ്പ്, നിങ്ങൾക്ക് എന്തൊക്കെ സ്കില്ലുകൾ നിങ്ങൾക്ക് ആ ഒരു ക്യാമ്പിൽ നിങ്ങൾക്ക് ഷാർപ്പൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവും, ലീഡർഷിപ്പ് സ്കില്ല് നിങ്ങൾക്ക് ഷാർപ്പൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള സ്കില്ലുകൾ നിങ്ങൾ അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ദെൻ ഇവാലുവേഷൻ പോലെ തന്നെയാണ്. ദെൻ കൺക്ലൂഷൻ. ഇനി ഇതിന്റെ
കൺകറന്റ് ഫീൽഡ് വർക്ക് ആകുമ്പോൾ ഇവിടെയും സെയിം സംഭവങ്ങൾ തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവിടെ ആകെ ഒരു വ്യത്യാസം വരുന്നത് ഫ്യൂച്ചർ പ്ലാൻ ആണ്. ഇതിനൊക്കെ ഒബ്ജക്റ്റീവ്സ് വ്യത്യാസങ്ങൾ എന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ്സ് ഒക്കെ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ തരുന്നതായിരിക്കും. നിങ്ങളുടെ സൂപ്പർവൈസേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പ്രധാനമായിട്ട് കോമൺ ആയിട്ടുള്ള നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ആ NGOs അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ഫീൽഡ് ഏതാണ് ആ ഫീൽഡിനെ കൃത്യമായിട്ട് അറിയുക, അവിടെ സോഷ്യൽ വർക്കർ റോള് മനസ്സിലാക്കുക, ഇത് നമുക്ക് എന്തൊക്കെ നമുക്ക് നമ്മുടെ പഠിച്ച തിയറീസ് അല്ലെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ദെൻ അതുപോലെ തന്നെ എന്താണ് ഒരു നമ്മുടെ സ്കിൽസുകൾ ഷാർപ്പൻ ചെയ്യുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും എല്ലാത്തിന്റെയും ഒബ്ജക്റ്റീവ്സ് വരുന്നത്. അതിപ്പം ചില സ്ഥലങ്ങളിൽ ചില അങ്ങോട്ടും ഇങ്ങോട്ടും വേർഡ്സിലും ഇതിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇതാണ് അതിന്റെ ഒരു കോമൺ സംഭവം എന്ന് പറയുന്നത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഒബ്ജക്റ്റീവ്സും ആക്ടിവിറ്റീസും ഒബ്സർവേഷൻസ് ലേണിംഗ്സ് ഇവാലുവേഷൻ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഡയലി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഫ്യൂച്ചർ പ്ലാനിങ് ചെയ്യണം. അപ്പൊ നിങ്ങൾ അടുത്ത ഡേ ഇപ്പം വ്യാഴാഴ്ചയും ശനിയാഴ്ചയും പോകുന്ന ഒരു ടീമാണെങ്കിൽ വ്യാഴാഴ്ച കഴിഞ്ഞാൽ ആ വ്യാഴാഴ്ച ഈ ശനിയാഴ്ച എന്ത് ചെയ്യും എന്നുള്ളത് നിങ്ങൾ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യണം. അപ്പൊ നിങ്ങൾ ഫീൽഡ് വർക്കിന് പോകുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിനൊക്കെ ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പൊ ആ ഷെഡ്യൂൾ ഉണ്ടായി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഫ്യൂച്ചർ പ്ലാൻ എഴുതാൻ പറ്റും. ദെൻ ഈ ഫ്യൂച്ചർ പ്ലാൻ ആയിരിക്കും പിറ്റേ ദിവസത്തെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പം ഫ്യൂച്ചർ പ്ലാന് ഒബ്ജക്റ്റീവ് കണക്റ്റഡ് ആണ്. ദെൻ ഇവാലുവേഷൻ ശരിക്കും നമ്മൾ ഒബ്ജക്റ്റീവ്സ് ബേസിലാണ് നമ്മൾ ഇവാലുവേഷൻ ചെയ്യുന്നത്. ഇപ്പൊ ഓരോ ദിവസത്തിനും സെപ്പറേറ്റ് ഇവാലുവേഷൻ ഉണ്ടാവും. അപ്പം വ്യാഴാഴ്ച ദിവസം നിങ്ങൾ പോയി ദെൻ അടുത്ത ദിവസത്തേക്ക് എന്തൊക്കെ പ്ലാൻ ഉണ്ട് ഫ്യൂച്ചർ പ്ലാൻ നിങ്ങൾ വ്യാഴാഴ്ച റിപ്പോർട്ടിൽ എഴുതി. ദെൻ ശനിയാഴ്ച റിപ്പോർട്ട് വരുന്ന സമയത്ത് അവിടുത്തെ ഒബ്ജക്റ്റീവ്സ് എന്തായിരിക്കണം, ഈ ഫ്യൂച്ചർ പ്ലാനുകളാണ് എന്താകുന്നത് ഒബ്ജക്റ്റീവ്സ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് ആ കാര്യങ്ങൾ ഒബ്ജക്റ്റീവ്സിൽ മെൻഷൻ ചെയ്യണം. ദെൻ കൺക്ലൂഷൻ. ഇതിൽ നമ്മൾ അതിന്റെ സമ്മർ റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് എന്ത് മാറ്റം വരുള്ളൂ, നമുക്കവിടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷനിൽ എന്ത് ഉൾപ്പെടുത്താം, നമുക്ക് അവിടെ ആ ഏജൻസിയുടെ പ്രൊഫൈൽ ഉൾപ്പെടുത്താം, അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഉൾപ്പെടുത്താം, ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഡേ ബൈ ഡേ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോംപ്രഹെൻസീവ് ആയിട്ട് എഴുതാം, ഒബ്സർവേഷൻസും കോംപ്രഹെൻസീവ് ആയിട്ട് എഴുതാം, ലേണിംഗ്സും അത് തന്നെ അതുപോലെ എഴുതാം, ഇവാലുവേഷൻ എഴുതാം. പിന്നെ ലേണിംഗ്സ് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്തൊക്കെ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തു, അതുപോലെ തന്നെ എന്തൊക്കെ സ്കില്ലുകൾ നമുക്ക് ഷാർപ്പൻ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഏതെങ്കിലും മെത്തേഡ്സ് അപ്പൊ ഇതിന്റെ ആ മെത്തേഡ്സ് നിങ്ങൾക്ക് അവിടെ മെൻഷൻ. ഇപ്പൊ കേസ് വർക്ക് ഉണ്ട്, ഗ്രൂപ്പ് വർക്ക് ഉണ്ട്, അത് നിങ്ങൾ എന്താണ് ഈ വാല്യൂഷൻ കഴിഞ്ഞിട്ട് കൺക്ലൂഷന് ലാസ്റ്റ് ആയിട്ട് അപ്പൻഡിക്സ് എന്താണ് നിങ്ങളുടെ അടുത്ത് കേസ് വർക്കുകൾ ഉണ്ട്, ഈ ഗ്രൂപ്പ് വർക്ക് അത് അറ്റാച്ച് ചെയ്യണം. ഇതാണ് അതുപോലെ തന്നെ അതിന്റെ അപ്പൻഡിക്സസ് അല്ലെങ്കിൽ ഫോട്ടോസ് കാര്യങ്ങൾ ചെയ്യാം. ഇതാണ് സമ്മറി റിപ്പോർട്ട്. ഓക്കെ, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ സമ്മറി റിപ്പോർട്ടിനൊക്കെ ഉള്ളൂ. അപ്പം ഇതാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി റിപ്പോർട്ട് എഴുതുമ്പോൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ റിപ്പോർട്ട് എപ്പോഴും നമ്മൾ സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് എഴുതും. കാരണം നമ്മൾ റിപ്പോർട്ട് കണ്ടിട്ടാണ് മറ്റുള്ള ആൾക്കാർ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് മനസ്സിലാകും. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താക്കാം, സിമ്പിൾ ലാംഗ്വേജിൽ റിപ്പോർട്ട് റൈറ്റിംഗ് എഴുതാൻ ശ്രദ്ധിക്കുക. റിപ്പോർട്ട് റൈറ്റ് ചെയ്യുമ്പോൾ റിപ്പോർട്ടിങ്ങിൽ എപ്പോഴും എന്താണ് റിപ്പോർട്ട് നമ്മൾ കഴിഞ്ഞ ഒരു കാര്യത്തെ കുറിച്ചാണ് എഴുതുന്നത്. സോ അത് പാസ്റ്റ് ടെൻസിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും നോക്കാം പാസ്റ്റ് ടെൻസിൽ തന്നെ എഴുതുക. ഓക്കെ, ദെൻ ചില സംഭവങ്ങൾ ഉണ്ടാകും. നമ്മൾ പോകുന്ന ഫീൽഡിനനുസരിച്ച് പല പ്രൊജക്ടുകൾ ഉണ്ടാവും, ചില ടേംസുകൾ ഉണ്ടാവും. ഇതൊക്കെ ചിലപ്പം ഇംഗ്ലീഷ് വേർഡിൽ അല്ലാത്ത സംഭവങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ചില പ്രയോഗങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണം പറയാം, ഇപ്പൊ നമ്മളൊരു കുടുംബശ്രീന്റെ പ്രൊജക്റ്റിലാണെങ്കിൽ ഇപ്പൊ കുടുംബശ്രീ എന്ന് പറയുന്ന ടേം ഒരു ഇംഗ്ലീഷ് വേർഡ് അല്ല. നമ്മൾ ഇംഗ്ലീഷിലാണ് റൈറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു ഇറ്റാലിക്സിലാക്കി ബോൾഡായി കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിലൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരു വൃത്തിക്ക് അല്ലെങ്കിൽ ഒരു ഭംഗിക്ക് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഫീൽഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ടെർമിനോളജികൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഷോർട്ട് ഫോംസുകൾ. നേരത്തെ പറഞ്ഞ കുടുംബശ്രീ ആണെങ്കിൽ ഇപ്പം CDS CADS പോലത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്താണ് ഈ CDS എന്നുള്ളത് പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾ മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അതുപോലെ നമ്മൾ എടുക്കുന്ന ഫീൽഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ഷോർട്ട് ഫോംസുകൾ ഉണ്ടാവും. അതിന് എപ്പോഴും നമ്മൾ ഷോർട്ട് ഫോംസ് നമ്മൾ ഉൾപ്പെടുത്തുന്ന സമയത്ത് ഒരു ബ്രേക്കിലിട്ട് അതിന്റെ ഫുൾ ഫോം ഒക്കെ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ അതുപോലെ തന്നെ പലപ്പോഴും പല ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ് ഈ ഇപ്പൊ നമുക്ക് ഫീൽഡിൽ ഉണ്ടാകുന്ന ആളുകൾ സൂപ്പർവൈസർ നമ്മൾ സാർ എന്നൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ആ വീടുകൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഉപയോഗങ്ങൾ ഉപയോഗിക്കാണ്ട് നമ്മൾ എന്താക്കുക, ആളെ മിസ്റ്റർ എന്ന രീതിയിൽ മിസ്റ്റർ ഇന്ന ആള് XX ഇയാൾ വേണമെങ്കിൽ അയാളുടെ ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അല്ലാണ്ട് ഇന്ന അയാൾ XX സാർ എന്ന് യൂസ് ചെയ്യുന്നത് അതൊരു നല്ലൊരു രീതിയല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ നമ്മൾ ഇപ്പം അപ്ലൈ ചെയ്ത പ്രിൻസിപ്പൾസ് ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ എന്താക്കാം, അപ്പൊ നമ്മൾ പഠിച്ച പ്രിൻസിപ്പൾസിന്റെ ഓർഡർ ഉണ്ടാവുക, പ്രിൻസിപ്പൾ ഓഫ് ആക്സെപ്റ്റൻസി ഇൻഡിവിജ്വലൈസേഷൻ, ആ ഓർഡറിൽ തന്നെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതൊരു നല്ലൊരു വൃത്തിയാണ്. അതേപോലെ തന്നെ നമ്മൾ സ്കില്ലുകൾ ഇടുന്ന സമയത്ത് നമ്മൾ എന്താക്കുക, പലരും അതിനെ കൊണ്ട് എഴുതും എന്താ പറയുക, എന്ത് സ്കിൽ ലീഡർഷിപ്പ് സ്കില്ല് അല്ലെങ്കിൽ കോർഡിനേഷൻ സ്കില്ല്. ഇതൊക്കെ എഴുതുന്നേക്കാൾ നമുക്ക് ഉണ്ടാകുന്ന സ്കിൽ നമ്മുടെ ഒബ്സർവേഷൻ സ്കില്ലാണ്, ഒബ്സർവ് ചെയ്യുന്നു. ദെൻ ലിസണിങ് സ്കിൽ ഉണ്ടാവും.
ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ആ ഒരു ഓർഡറിൽ എഴുതുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട്. അത് അങ്ങനെ തന്നെ എഴുതണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷെ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് ഭയങ്കര വൃത്തിയുണ്ടാവും, ഒരു രസമായിരിക്കും, ഒരു ഫ്ലോ കിട്ടും വായിക്കാൻ. അപ്പം കൃത്യമായിട്ട് എഴുതുന്ന സമയത്ത് സ്ട്രക്ചർ കീപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഏറ്റവും വൃത്തിയായിട്ട് എഴുതുക എന്ന് തന്നെയാണ്. അപ്പം ആ രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് റിപ്പോർട്ടുകൾ എഴുതുക. ഇതിനൊക്കെ ഏറ്റവും നല്ലൊരു സംഭവം വെച്ചാൽ നമ്മൾ, അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സംഭവം റിപ്പോർട്ടിൽ കൃത്യസമയത്ത് വെക്കുക എന്നാണ് അല്ലെ. പങ്ക്ച്വാലിറ്റി നമ്മൾ കീപ്പ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ റിപ്പോർട്ടിൽ കൃത്യസമയത്തിന് വെക്കുക, ഈ രീതിയിൽ നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം പിന്നെ അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റ് യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് ഇതിന്റെ ഫോർമാറ്റിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. നിങ്ങൾ കൃത്യമായിട്ടും എന്താകും നിങ്ങളുടെ സൂപ്പർവൈസേഴ്സിന്റെ ഒരു ഗൈഡ് ലൈൻസ് നിങ്ങൾ കീപ്പ് ചെയ്യുക. അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെ അവരുടെ കൺസൾട്ട് ചെയ്തിട്ട് ശേഷം മാത്രം നിങ്ങൾ എന്താക്കാം റിപ്പോർട്ടിൽ എഴുതുക. എഴുതുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്സുകൾ ഉണ്ടാവും. ഫസ്റ്റ് സമയത്ത് എഴുതുമ്പോൾ എന്തായാലും മിസ്റ്റേക്സുകൾ ഉണ്ടാവും. ആ മിസ്റ്റേക്സുകളൊക്കെ തിരുത്തി ഓരോ ഫീൽഡിലും എന്താ ഓരോ റിപ്പോർട്ട് റൈറ്റിംഗ്, നമ്മുടെ റിപ്പോർട്ട് റൈറ്റിംഗ് എന്താകണം ഇംപ്രൂവ് ചെയ്യുക. ദെൻ ഓൾസോ നമ്മൾ റിപ്പോർട്ട് റൈറ്റിംഗ് എഴുതുന്ന സമയത്ത് നമുക്ക് എന്താവാം ഒരുപാട് AI ടൂൾസുകൾ ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ അത് ഫുള്ളി അവരെ ഡിപ്പെൻഡ് ആവരുത്. നമ്മൾ എഴുതിയ നമ്മുടെ ലാംഗ്വേജിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനെ ഒരു പാരഫ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ടോ നിങ്ങൾക്ക് ഇതാക്കാം. അത്തരത്തിലുള്ള ടൂൾസുകളൊക്കെ യൂസ് ചെയ്യാം, അതൊക്കെ നല്ലതാണ്. എന്ന് വെച്ചിട്ട് അത് കംപ്ലീറ്റ് ChatGPT ആവരുത്. ChatGPT ആണ് റിപ്പോർട്ട് എഴുതുന്നെങ്കിൽ അയാളുടെ ഒരുപാട് ടേംസിനൊക്കെ അതിൽ വരും. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും നമ്മളെ സംബന്ധിച്ചിടത്തോളം. അവ കൃത്യമായിട്ട് എഴുതുക. ആ റിപ്പോർട്ടിലെ ഓരോ ടേംസിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് ഐഡിയ ഉണ്ടായിരിക്കണം. നമ്മൾ എന്താണ് എഴുതിയിട്ടുള്ളത് നമുക്ക് കൃത്യമായിട്ടും ഐഡിയ ഉണ്ടായിരിക്കും. കാരണം പല സംസ്ഥകളിലും ഉണ്ടാവും അതിന്റെ വൈവ ഉണ്ടാവും, എക്സ്റ്റേണൽ വൈവേഴ്സ് ഉണ്ടാവും. എക്സ്റ്റേണൽ വൈവേഴ്സ് വരുന്ന സമയത്ത് അവർ അതിലുള്ള ഓരോ ടേംസും കൃത്യമായിട്ട് ചോദിക്കും. അപ്പൊ ഫീൽഡിൽ നമ്മൾ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്, ആ റിപ്പോർട്ടിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് ബോധം ഉണ്ടായിരിക്കണം. ആ റിപ്പോർട്ട് നമ്മൾ വായിച്ചിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ ഒരുപാട് റിപ്പോർട്ടിൽ എഴുതുക, റിപ്പോർട്ട് സ്കില്ലുകൾ ഉണ്ടാക്കുക, ബൂസ്റ്റപ്പ് ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.